നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനെത്തിയ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തി വഴിമാറിയ ടി.എൻ. പ്രതാപന് ആദ്യ സമ്മാനം. തൃശൂർ എം.പി ടി.എൻ. പ്രതാപനെ കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. തൃശൂരിലെ സ്ഥാനാർത്ഥിത്വം കെ മുരളീധരനായി വിട്ടൊഴിഞ്ഞതിന് പിന്നാലെയാണ് പുതിയ നിയമനം. എന്നാൽ പുതിയ പാർട്ടി ചുമതലയ്ക്ക് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധമില്ല എന്ന് പ്രതാപൻ പ്രതികരിച്ചു. പാർട്ടി എന്ത് ജോലി ഏൽപ്പിച്ചാലും ചെയ്യുന്ന വിനീത വിധേയനാണ് ഞാൻ. പുതിയ ചുമതലയോടും നീതി പുലർത്തും. ഒന്നാമത്തെ ചുമതല കെ മുരളീധരന്റെ വിജയമാണ്. രണ്ടാമത്തെ ചുമതല കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയും. സ്ഥാനാർത്ഥിത്വം മാറിയപ്പോൾ തന്നെ ഇപ്പോൾ പുകഴ്ത്തി കൊല്ലുകയാണ്. എന്തൊരു സിമ്പതിയാണ് രാഷ്ട്രീയ എതിരാളികൾക്കെന്നും അദ്ദേഹം പരിഹസിച്ചു. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ടി.എൻ. പ്രതാപന് പാർട്ടി പുതിയ ചുമതല ഏൽപ്പിച്ചത് എന്ന കെ മുരളീധരനും പ്രതികരിച്ചു. അതേസമയം കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അസം, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ 41 സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥ് ചിന്ദ്വാഡയിലും രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് ജലോഡിലും മത്സരിക്കും. ചുരുവിൽ ബി.ജെ.പി. വിട്ട് ഇന്നലെ കോൺഗ്രസിലെത്തിയ രാഹുൽ കസ്വാൻ സീറ്റ് നൽകി. അസമിലെ ജോർഹട്ടിൽ ഗൗരവ് ഗൊഗോയി മത്സരിക്കും. 43 സ്ഥാനാർത്ഥികളിൽ 25 പേരും 50 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. 19 പേർ SC/ST വിഭാഗക്കാരാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് അംഗം കൊഴുക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ശബരി കെ റൈസിന്റെ വിൽപ്പന ഇന്നു മുതൽ. വിൽപ്പനയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. നിലവിൽ സപ്ലൈകോ വഴി സബ്സിഡിയായി കിട്ടിയിരുന്ന 10 കിലോ അരിയിൽ 5 കിലോയാണ് പ്രത്യേക സഞ്ചിയിലാക്കി കെ റൈസായി വിൽക്കുന്നത്. ജയ അരി കിലോയ്ക്ക് 29 രൂപയ്ക്കും കുറുവ അരിയും മട്ട അരിയും 30 രൂപയ്ക്കുമാണ് വിൽക്കുക. ബാക്കി 5 കിലോ സപ്ലൈകോ വഴി കിട്ടും. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏറെ നാളായി സപ്ലൈകോ വഴിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന അവതാളത്തിലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കെ റൈസ് വിൽപ്പന സർക്കാർ വേഗത്തിലാക്കിയത്. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇന അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോ മുഖേന ശബരി കെ റൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ടെൻഡർ നടപടി പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം, എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട്, കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണം ചെയ്യുക. ആദ്യഘട്ടത്തിൽ 5 കിലോ അരിയുടെ പാക്കറ്റാണ് നൽകുക. സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരി കെ റൈസ് ബ്രാൻഡ് സഞ്ചിയിൽ വിതരണം ചെയ്യുന്നത്. 10 ലക്ഷം രൂപയിൽ താഴെയാണ് തുണിസഞ്ചിക്കുള്ള ചിലവ്. സഞ്ചി ഒന്നിന്റെ വില പരമാവധി 13 മുതൽ 14 രൂപയായിരിക്കും. പരസ്യത്തിൽ നിന്നുള്ള തുക ഇതിനായി കണ്ടെത്തുക എന്നും മന്ത്രി വ്യക്തമാക്കി. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അതേ അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത്. ഭാരത് അരിയുടെ വില 29 രൂപയാണെങ്കിലും നാഫെഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നത് 18.59 പൈസയും അതിൽ 18 രൂപ 50 പൈസയും 10 രൂപ 41 പൈസയുമാണ്. അത് ലാഭത്തിനാണ് ഈ അരി വിൽക്കുന്നത്. എന്നാൽ 9 രൂപ 50 പൈസ മുതൽ 11 രൂപ 11 പൈസ വരെ ബാധ്യത ഏറ്റെടുത്താണ് ശബരി കെ റൈസ് സംസ്ഥാന സർക്കാർ പൊതുജനത്തിനും നൽകുന്നത് എന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു.